ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 18 വിശുദ്ധ ഗാർഡിൻ മെത്രാന്റെ തിരുനാൾ. മിലാനിലെ ദെല്ലസ്കാല കുടുംബത്തിലെ ഒരംഗമായ ഗാർഡിനെ വിശുദ്ധ അംബ്രോസിനെയും വിശുദ്ധ ചാൾസ് ബറോമിയും കഴിഞ്ഞാൽ മിലാൻ നിവാസികൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. സമർത്ഥനായ ഗാർഡിൻ പൗരോഹിത്യം സ്വീകരിച്ച ശേഷം അതിരൂപതയുടെ ചാൻസലറായി സേവനം ചെയ്തു. റോമിലെ പാപ്പാസ്ഥാനത്തെ പിന്തുണച്ചും ആന്റി പോപ്പായിരുന്ന വിക്ടർ നാലാമനെ എതിർത്തും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ബാർബറോസ ചക്രവർത്തി വരുന്നെന്ന് കേട്ടപ്പോഴേ ഗാർഡിൻ ഭയന്ന് ഓടിപ്പോയി. ബാർബറോസ പിൻവാങ്ങിയപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും ഗാർഡിനെ മിലാൻ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. തുടർന്ന് 1163 കർദിനാളുമാക്കി. ബാർബറോസ നശിപ്പിച്ച മിലാൻ നഗരം പുനരുദ്ധരിപ്പിക്കാൻ ജനങ്ങളോടൊപ്പം ഗാർഡിൻ പരിശ്രമിച്ചു. തീക്ഷ്ണമായ ദൈവസ്നേഹത്തോടെ ഗാർഡിൻ ചെയ്തിരുന്ന പ്രസംഗങ്ങൾ മിലാൻ ജനതയെ ആവേശഭരിതമാക്കി. 76-ാമത്തെ വയസ്സിൽ കത്തീഡ്രലിൽ ഒരു പ്രസംഗം ചെയ്തു കഴിഞ്ഞ ഉടനെയാണ് ഗാർഡിൻ തൻ്റെ പ്രസംഗങ്ങളുടെയും അധ്വാനങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ സ്വർഗത്തിലേക്ക് യാത്രയായി. വിശുദ്ധ ഗാർഡിനെ ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭ മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.